അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് ഏതെങ്കിലും ഒരു സഹോദരനോട് അവനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിന് വേദന തോന്നാറുണ്ടോ? അല്ലാഹു തആല ചെയ്തു കൊടുത്ത അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു നിഅമത്ത് അവനിക്ക് കൊടുത്തതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിൽ വിഷമം തോന്നാറുണ്ടോ? എന്നാൽ നാം സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു രോഗം കടന്നുകൂടിയിട്ടുണ്ട്. ആ രോഗത്തിൻ്റെ പേരാണ് അസൂയ എന്നുള്ളത്. ആ അസൂയ ഹൃദയത്തിലുള്ളവൻ്റെ ഒരു അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവൻ ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇയ്യാക്കും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും അസൂയ അത് നല്ല സൽക്കർമ്മങ്ങളെ തിന്നുകളയുന്നതാണ്. ഏതുപോലെ? തീ വിറകിനെ തിന്നുന്നത് പോലെ അമലുകളെ തിന്നുകളയുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് അസൂയ എന്നുള്ളത്. ആ അസൂയുള്ളവൻ്റെ മനസ്സ് എപ്പോഴും വിഷമത്തിലായിരിക്കും. അവനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും ഓരോ ടെൻഷനിലും ഹമ്മിലുമായിട്ടാണ് അവൻ്റെ ജീവിതം തള്ളി നീക്കുന്നത്. അതിന് പകരം നാം എന്താണ് ചിന്തിക്കേണ്ടത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയാൽ നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? നമ്മുടെ ഒരു സഹോദരനല്ലേ, ഒരു അമുസ്ലിം സഹോദരനായിക്കോട്ടെ, ആർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നാം സന്തോഷമാണ് പ്രകടിപ്പിക്കേണ്ടത്, മാഷാ അല്ലാഹ് പറയേണ്ടത്. അല്ലാതെ നമ്മുടെ മനസ്സിനെ നീറിക്കൊണ്ട് അവനിക്ക് കിട്ടിയ നിഅമത്ത് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അള്ളാഹ് തന്നാൽ അല്ലാതെ നമുക്ക് കിട്ടാൻ യാതൊരു വഴിയില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് നാം വിഷമിച്ചിട്ട് കാര്യം? അതിന് പകരം നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആനന്ദമാണ്. ആയുസ് നീട്ടിക്കിട്ടാനും ആരോഗ്യം കിട്ടാനൊക്കെ വലിയ അമലാണ്. അസൂയയാണ് മനുഷ്യൻ്റെ ശരീരത്തെ, ആരോഗ്യത്തെ നശിപ്പിക്കുന്നതും കൂടുതൽ മനസ്സിനെ സംഘർഷത്തിലാക്കുന്നതും. അതുകൊണ്ട് അസൂയയെ നാം പൂർണ്ണമായിട്ടും വെടിയണം. അത് വളരെ അപകടം പിടിച്ചതായ വലിയൊരു രോഗമാണ്. ആ രോഗത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.